ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സദ്യയിലെ ഐറ്റമാണ് പുളിയിഞ്ചി. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വറ്റൽമുളക്, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വളരെ ചെറുതായിട്ടാണ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഒരു 3-4 അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വളരെ കുറച്ച് എണ്ണയെ ചേർക്കുന്നുള്ളൂ, അധികം കൂടുതൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇതൊരു 6 പച്ചമുളക്, അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വറവിലല്ല, നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചില ആൾക്കാർ ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും. പുളിയിഞ്ചി നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ എണ്ണയിലിട്ട് വഴറ്റിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ നന്നായിട്ട് വഴറ്റില്ല. പുളിയിഞ്ചി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. പക്ഷെങ്കിൽ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അതായത് നമ്മൾ പുളിയിലും അതേപോലെ തന്നെ വെള്ളത്തിൽ ശർക്കരയിലൊക്കെ കിടന്നിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അധികം മുളക് പൊടി വേണ്ട, നമ്മൾ പച്ചമുളകിൻ്റെ ആ ടേസ്റ്റാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 150 ഗ്രാം പുളിയുണ്ട്, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം നല്ല കട്ടിയായിട്ട് പുളിവെള്ളം എടുക്കുകയെന്നുണ്ടെങ്കിൽ, അധികം വെള്ളം ഇല്ലാണ്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം വെക്കേണ്ടതായിട്ട് വരും. അപ്പം അത് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്ത് കിടന്നിട്ട് അത് നന്നായിട്ട് അലിഞ്ഞ് വന്നോളൂ. അപ്പോൾ 2 ആണി ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരാം. അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കുറുകുമ്പോൾ നമ്മൾ എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇരുന്നിട്ട് വീണ്ടും നന്നായിട്ട് കട്ടിയായി പോകും. അപ്പം നമ്മൾ സാധാരണ സദ്യക്കൊക്കെ വിളമ്പുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല കേട്ടോ, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് കുറച്ച് 1/4 ടീസ്പൂണിലും കുറച്ച് കുറവ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു പുളിയിഞ്ചിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. എല്ലാവരും ചേർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ കല്യാണ വീട്ടിലൊക്കെ ഉള്ള പുളിയിഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ചേർക്കുന്ന ഉലുവപ്പൊടിയാണ്. അപ്പോൾ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിയിഞ്ചി ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നല്ല ചൂടിലാണ്. ഇതിപ്പോൾ തണിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ ഇത് എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്ര കാലമൊന്നും ഇരിക്കില്ല. കുട്ടികളൊക്കെ ഫേവറേറ്റ് ഒരു സാധനമാണല്ലോ സദ്യയിൽ പുളിയിഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു പുളിയിഞ്ചി റെഡിയാക്കി നോക്കുക. നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.